Now, I would like to warmly welcome Dr. Abdul Ghafoor PK, Principal JNTC, to join us for the felicitation. Okay. Assalamu alaikum. Very good morning to you all. ഇത് ഒരു വല്ലാത്ത സംഗമമാണ്. ഞാൻ കുട്ടികളുടെ യങ്സ്റ്റേഴ്സ് തൊട്ട് ഈ ഒരു ഗെറ്റ് ടുഗദറിൽ നമ്മുടെ മുമ്പിലുള്ളത് ഈവൻ ബി എഡ് കോളേജിലെയും ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെയും കുട്ടികളാണ്. നേരത്തെ നമുക്ക് നമ്മുടെ ഉദ്ഘാടകൻ പറഞ്ഞതുപോലെ യങ് മൈൻഡിനെയാണ് നമുക്ക് സെൻസിറ്റൈസ് ചെയ്യാൻ പറ്റുള്ളൂ. സർ നിക്കോള ടെസ്ലയെ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. നിങ്ങൾ ടെസ്ല എന്ന് പറയുന്ന ഒരു ലോക പ്രശസ്തനായ സയൻറ്റിസ്റ്റാണ്. ടെസ്ല ഒരിക്കൽ, കാരണം അയാൾ ആൾട്ടർനേറ്റ് എനർജിയുടെ വക്താവാണ്. ലോകത്ത് നമ്മുടെ സാധാരണ വിദ്യാഭ്യാസം കച്ചവടമാക്കാത്ത ലോകത്തിലെ ഒരുപാട് സയൻറ്റിസ്റ്റുകളുണ്ട്. അതിലൊരു സയൻറ്റിസ്റ്റാണ് ടെസ്ല. ടെസ്ല ഒരിക്കൽ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഒരു വിൻഡ് മില്ലുണ്ട്, നമ്മുടെ കാറ്റാടി യന്ത്രം. ഇംഗ്ലണ്ടിലൊക്കെ വളരെ ഫേമസ് ആണ് മുമ്പ് തന്നെ ഈ കാറ്റാടി യന്ത്രങ്ങൾ. ടെസ്ല ഒരുപാട് റിസർച്ച് നടത്തിയ വ്യക്തിയാണ് ഈ കാറ്റാടി യന്ത്രങ്ങളിൽ. ടെസ്ല ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഒരിക്കൽ ഒരു കാറ്റാടി യന്ത്രത്തിൻ്റെ ഒരു മുതലാളി വന്നിട്ട് പറഞ്ഞു, ടെസ്ല യു പ്ലീസ് കം, യു ജസ്റ്റ് സീ മൈ വിൻഡ് മിൽ, ഇറ്റ് ഈസ് നോട്ട് വർക്കിംഗ് എന്ന് പറഞ്ഞു. ഇത് വർക്ക് ചെയ്യുന്നില്ല, ഇതൊന്ന് വന്നു നോക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ ടെസ്ല പറഞ്ഞു, എന്താ ഇത്ര പ്രശ്നം? ഞാൻ പലരെയും കാണിച്ചു, പക്ഷേ അവരൊക്കെ പറയുന്നത് നന്നാവില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ടെസ്ല എന്ത് ചെയ്യുന്നു വെച്ചാൽ കാറ്റാടി യന്ത്രം ഒന്ന് ഓൾഡ് ആയിട്ടൊന്ന് നോക്കി. അതിനുശേഷം ടെസ്ല കോണി കയറി മേലോട്ട് കയറിപ്പോയി. എന്നിട്ട് അതിനെ ഒന്നും കൂടി വീക്ഷിച്ചു. എന്നിട്ട് പറഞ്ഞു ആ മുതലാളിയോട്, യു ജസ്റ്റ് ബ്രിങ് എ വെരി ഹ്യൂജ് ഹാമർ എന്ന് പറഞ്ഞു. ഒരു വലിയ ഹാമർ കൊണ്ടുവരാൻ പറഞ്ഞു. ആ ഹാമർ കൊണ്ടുവന്ന് കൊടുത്തു. ആ ഹാമർ കൊണ്ട് ടെസ്ല ആ കാറ്റാടി യന്ത്രത്തിൻ്റെ ചക്ക്, അതായത് ആ കറങ്ങുന്ന വീലിനെ നോക്കിയിട്ട് ഒറ്റയടി അടിച്ചിട്ടുള്ളൂ എന്നാണ്. ജസ്റ്റ് എ സിംഗിൾ നോക്ക്, അതോടുകൂടി തന്നെ അത് കറങ്ങാൻ തുടങ്ങിയതാണ്. ജസ്റ്റ് അപ്പം പറഞ്ഞു, വാട്ട് ആൻ അമേസിംഗ് ജോബ് ദാറ്റ് യു ഹാവ് ഡൺ ടെസ്ല. ഇത് വല്ലാത്തൊരു ജോലിയാണല്ലോ ചെയ്തത്. ഒരുപാട് മനുഷ്യന്മാർ നന്നാവില്ല എന്ന് പറഞ്ഞതിനെ നിങ്ങൾ നന്നാക്കിയെടുത്തല്ലോ എന്ന് പറഞ്ഞു. വാട്ട് യു വാണ്ട് എന്ന് ചോദിച്ചു. ഇതിനെന്താണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് ചോദിച്ചു. എന്താണ് നിങ്ങൾക്ക് ഈ അടിക്ക് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ ടെസ്ല പറഞ്ഞ മറുപടി, ഐ വാണ്ട് 50 cents and $5 എന്ന് പറഞ്ഞു. $5.50. ഇയാൾ ചോദിക്കുകയാണ്, മുതലാളി $5.50 ഒരടിക്ക് വേണമെങ്കിൽ ഐ വിൽ ഗീവ് യു 50 cents, 50 പൈസ എന്നൊക്കെ പറഞ്ഞതുപോലെ അടിക്ക് വേണമെങ്കിൽ 50 പൈസ തരാം, ഒരു അടിയല്ലേ അടിച്ചിട്ടുള്ളൂ എന്നാണ് ചോദിച്ചത്. എന്തിനാണ് ഈ $5 എന്ന് ചോദിച്ചപ്പോൾ ടെസ്ല പറഞ്ഞ മറുപടി ഉണ്ട്, അടിച്ചതിന് എനിക്ക് 5 cents മതി, ബട്ട് എവിടെ അടിക്കണം എന്നുള്ളതിനാണ് $5. എവിടെ അടിക്കണം എന്നുള്ളതാണ് നോളജ് എന്ന് പറയുന്ന സാധനം. അപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസം നമുക്ക് നേടിത്തരേണ്ടത് നത്തിങ് ബട്ട് ദ നോളജ്. നേരത്തെ സാറൊക്കെ പറഞ്ഞതുപോലെ അതിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ ഈ ഗെറ്റ് ടുഗദർ നമ്മളെ സഹായിക്കട്ടെ എന്ന് എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം.